അസ്സലാമലൈക്കും. വെൽക്കം ടു ഹദിയത്ത് റംദാൻ. ഞാൻ അസ്ബിൻ അബ്ദുൽ അസീസ്. ഞാൻ ഡോക്ടർ അസ്ബിൻ അബ്ദുൽ അസീസ്. അപ്പോൾ നമ്മുടെ റംദാൻ 3-ാം ദിവസം ആയിരിക്കുകയാണ്. ഹിജ്റ വർഷം 1435. അപ്പോൾ പതിവ് പോലെ ഇന്നത്തെ നമ്മുടെ ഈ 3-ാമത്തെ എപ്പിസോഡ് നമുക്കൊരു നല്ല ഹദീസുമായി തുടങ്ങാം. ഹദീസ് ഇന്നത്തെ ഇതാണ്. അബൂദറിൽ നിന്ന് നിവേദനം. അബൂദറിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ചോദിച്ചു, അള്ളാഹുവിന് പ്രിയപ്പെട്ട വചനങ്ങൾ എന്താണെന്ന് നിനക്ക് അറിയുമോ? നിശ്ചയം അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ടത് സുബ്ഹാനല്ലാഹി വ ബിഹംദിഹി. അപ്പോൾ ഇതിന്റെ അർത്ഥം ഒന്ന് പറയും. സുബ്ഹാനല്ലാഹി, അള്ളാഹു പരിശുദ്ധനാകുന്നു, അവനെ ഞാൻ സ്തുതിക്കുന്നു. അപ്പോൾ എല്ലാവരും ഫ്രീ ടൈം കിട്ടുമ്പോൾ ഇത് മാക്സിമം പറയാൻ നോക്കുക. അതായത് നമ്മളിപ്പോ കാറിലിരിക്കുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുമ്പോഴോ എന്തെങ്കിലും ചെറിയായിട്ട് നമ്മളിപ്പോ ഒരു ടീ ഉണ്ടാക്കുവാണെങ്കിലോ ഇത് പറയുവാണെങ്കിലും ഒരു നമ്മളിപ്പോ ട്രാവൽ ചെയ്യുമ്പോഴോ ജോലിയിൽ നിന്ന് വീട്ടിലേക്കോ വീട്ടിൽ നിന്ന് ജോലിയിലേക്കോ കാറിലിരിക്കുന്ന ആ ടൈം, നമ്മൾ വെറുതെ ഇങ്ങനെ ഓഫീസിൽ വർക്കിന്റെ ഇടയിൽ ഇരിക്കുന്ന ടൈം, ഇതിലൊക്കെ നമുക്ക് പറയാം. ഒരിക്കൽ പറഞ്ഞാലും അത് അതിന്റെ ഉപകാരം മഹത്വമാണ്. കാരണം അള്ളാഹുവിന് പ്രിയപ്പെട്ട വചനങ്ങളാണല്ലോ. അപ്പോൾ ഈ ഹദീസ് കൂടി ഞങ്ങൾ ഒരിക്കൽ കൂടി നിങ്ങൾ എല്ലാവരെയും ഈ വണ്ടർഫുൾ എപ്പിസോഡ് ഓഫ് ഹദിയത്ത് റംദാനിലേക്ക് വെൽക്കം ചെയ്യുകയാണ്. ആദ്യം തന്നെ ഒരു കോളർ ഉണ്ട്. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. വെൽക്കം ടു ഹദിയത്ത് റംദാൻ. താങ്ക് യു. ആരാണ്? എന്റെ പേര് സജിത. സജിത, നല്ല പേര്. ആണോ? എവിടുന്നാണ് സജിത വിളിക്കുന്നത്? ദുബൈയിൽ നിന്നാ വിളിക്കുന്നത്. ദുബൈയിൽ നിന്ന് ആദ്യമായിട്ട് വിളിക്കണേയാണോ? അല്ല, കഴിഞ്ഞ വർഷം വിളിച്ചിട്ടുണ്ട്. അതാണ് വിളിച്ചിട്ട് കിട്ടിയില്ല. പേര് നല്ല പരിചയം തോന്നി കേട്ടപ്പോ. ആരൊക്കെയാണ് സജിത വീട്ടിലുള്ളത്? ഞാന് ഇവിടെ സെർവന്റ് ആയിട്ട് വർക്ക് ചെയ്യാണ്. സഹായിക്കാൻ ആരാണ് അടുത്ത്? ഇപ്പൊ ആരും ഇല്ല, ഞാൻ ഒറ്റയ്ക്കേ ഉള്ളു. നാട്ടിലെവിടെയാണ് ഇത്ത? നാട്ടില് കരുനാഗപ്പള്ളി. കരുനാഗപ്പള്ളി. ഓക്കെ. അപ്പൊ ഈ പ്രാവശ്യം അറിയാലോ, ഞങ്ങൾ 3 ചോദ്യം ചോദിക്കുന്നുള്ളൂ കേട്ടോ. അറിയാം. അപ്പൊ സമ്മാനം മേടിക്കാൻ നോക്കണം. വീട്ടിലാരൊക്കെ ഉള്ളത് നാട്ടില്? നാട്ടില് ഹസ്ബൻഡ്, കുട്ടികള്. അവരൊക്കെ കാണുന്നുണ്ടോ പ്രോഗ്രാം ഇപ്പോ? ഇല്ല, നാട്ടിൽ കാണൂലല്ലോ ഈ ചാനല്. കാണാലോ, ലൈവായിട്ട് ഓൺലൈൻ സ്ട്രീമിംഗ് ഉണ്ട്. ഞാൻ പറയുന്നുണ്ട്. ഓൺലൈൻ സ്ട്രീമിംഗ് താഴെ കാണിക്കുന്നുണ്ട്. ആ ലിങ്കിൽ പോവാണെങ്കിൽ ലൈവായിട്ട് അവർക്ക് നാട്ടിൽ കാണാൻ പറ്റും. അവരോട് പറയൂ കേട്ടോ. ഇനി ചിലപ്പോ സമ്മാനം കിട്ടുമ്പോ അത് അവർക്ക് അയച്ചു കൊടുക്കാൻ പറ്റും ചിലപ്പോ. അപ്പൊ ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോട്ടെ. പറഞ്ഞോളൂ. ഓക്കെ. ക്വസ്റ്റ്യൻ ഇതാണ്. കൽബുൽ ഖുർആൻ എന്നറിയപ്പെടുന്നത് ഏത് സൂറത്താണ്? കൽബുൽ ഖുർആൻ എന്നറിയപ്പെടുന്നത് ഏത് സൂറത്താണ്? അതെ, ഖുർആന്റെ ഹൃദയം എന്നറിയപ്പെടുന്ന സൂറത്ത്. ഈസി അല്ലേ? ഈസി ക്വസ്റ്റ്യൻ അല്ലേ? ഹാർട്ട്, ഖുർആന്റെ ഹാർട്ട്. ഖുർആന്റെ ഹൃദയം ആയത്തുൽ കുർസി. നമ്മള് ഒരു സൂറത്ത് ചോദിച്ചത്, ആയത്തല്ല, സൂറയാ. നമ്മള് ആൾക്കാര് മരിക്കുമ്പോഴൊക്കെ നമ്മള് അതെ, കറക്റ്റ് ആണ്. വെൽക്കം. ആലോചിച്ച് പറഞ്ഞോട്ടെ ഇനി. അതെ, ഹസ്ബൻഡ് അടുത്തും കുട്ടികളുടെ അടുത്തും പറയൂ. ഇതിന്റെ റിപ്പീറ്റ് ടെലികാസ്റ്റ് നാളെ രാവിലെ ഇവിടുത്തെ 7 മണിക്കും ഉണ്ട്, വൈകിട്ട് 5 മണിക്കും ഉണ്ട്. ലൈവായിട്ട് കണ്ടോളാം. ഇത്ത ഇവിടെ ദുബായിലാണോ? ആണല്ലേ? ഓക്കെ. അപ്പൊ സെക്കൻഡ് ചോദ്യം ചോദിക്കട്ടെ? ഭയങ്കര ടഫാട്ടോ സെക്കൻഡ് ചോദ്യം. പക്ഷെ ടഫാ, എന്ത് ചെയ്യാനാ ചോദിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലത്തിന്റെ ആദ്യത്തെ ഭാര്യയുടെ പേര്? ഖദീജ ബിബി റളിയല്ലാഹു അൻഹ. അതെ, കറക്റ്റ് ആണ്. ക്വസ്റ്റ്യൻ ഇതാണ്. റൂഹുൽ അമീൻ എന്നറിയപ്പെടുന്ന മലക്ക് ഏതാണ്? റൂഹുൽ അമീൻ ഖുറാനിൽ ഇങ്ങനെ പറയുന്നുണ്ട്, റൂഹുൽ അമീൻ എന്ന്. റൂഹുൽ അമീൻ എന്നറിയപ്പെടുന്ന മലക്ക് ഏതാണ്? ഹസ്രത്ത്. മലക്ക് ഏതെന്നാ ക്വസ്റ്റ്യൻ? മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആലോചിച്ചിട്ട് പറഞ്ഞോളൂ. റൂഹുൽ അമീൻ എന്ന പേരിൽ ഖുർആനിൽ പറയുന്നത് ആരെ കുറിച്ചാണ്? റൂഹുൽ അമീൻ. റൂഹുൽ അമീൻ നമ്മുടെ നബിയുടെ ഖുർആൻ ഇറക്കി തന്നപ്പോ നബി ഇത് ഭയങ്കര ഹാപ്പി. ഞങ്ങളുടെ ബിഗിനിങ് ഫസ്റ്റ് കോളറിന്റെ 3 പറഞ്ഞു. നബി എന്ന് പറഞ്ഞപ്പോഴാണ് മനസ്സിലായത്, പെട്ടെന്ന് ക്ലിക്ക് ആയത്. വിന്നർ ആവണി കിട്ടുക ബോൺ വോയേജിന്റെ ട്രാവൽ ബാഗ് ആയിരിക്കും. ലാസ്റ്റ് വരെ കാണട്ടോ പ്രോഗ്രാം. ഇത്ര വിളിക്കണോട്ടോ, ഇനി എപ്പിസോഡ് ട്രൈ ചെയ്യണം. പ്രോഗ്രാം കണ്ടിന്യൂ ചെയ്ത് കാണണം. ഹസ്ബൻഡ് അടുത്തും കുട്ടികളുടെ പ്രോഗ്രാം കാണാൻ പറയും. സലാം അറിയിക്കട്ടോ. വിളിച്ചതിൽ ഒത്തിരി സന്തോഷം ഞങ്ങൾക്ക്.
എനിക്കും വളരെയധികം സന്തോഷം. റംദാൻ മുബാറക്. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വാവ്, അങ്ങനെ ഞങ്ങളുടെ മിടുക്കിയായ സജിദാത്തെയാണ് വിളിച്ചത്. ആദ്യമായിട്ടാണ് ഫസ്റ്റ് കോളിൽ തന്നെ പോസിറ്റീവ് കറക്റ്റ് ആൻസർ നൽകിയ കൺഗ്രാറ്റുലേഷൻസ്. പിന്നെ നമ്മൾ ഇന്നത്തെ SMS ക്വസ്റ്റ്യന്റെ ആൻസർ ഞങ്ങൾ ഇപ്പൊ പറയുന്നതാണ്. ക്വസ്റ്റ്യൻ ഇതായിരുന്നു, നരകത്തിന്റെ കാവൽക്കാരനായ മലക്കിന്റെ പേര് എന്തെന്നാണ് ക്വസ്റ്റ്യൻ. മാലിക് എന്നാണ് ഉത്തരം. കുറെ പേര് കറക്റ്റ് ആൻസേഴ്സ് SMS അയച്ചിരുന്നു. പക്ഷെ ഞങ്ങൾ ആ വിന്നറെ എപ്പിസോഡിന്റെ എൻഡിലേ പറയൂ. അപ്പൊ നിങ്ങൾ എപ്പിസോഡിന്റെ ലാസ്റ്റ് വരെ കണ്ടിരിക്കുക. പക്ഷെ ഇനിയും ചാൻസിന് ഞങ്ങൾ ഇന്ന് പുതിയൊരു SMS ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്. എന്താണ് ക്വസ്റ്റ്യൻ? ഇതാണ്, ഖുർആനിൽ പേരെടുത്ത് വിമർശിച്ച നബി തിരുമേനിയുടെ ശത്രു ആരാണെന്നാണ് ക്വസ്റ്റ്യൻ. യെസ്. അപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ ഉത്തരം അറിയാമെങ്കിൽ ഞങ്ങളുടെ SMS നമ്പറായ 3939ലേക്ക് SMS ചെയ്യുക. SMS ചെയ്യേണ്ട ഫോർമാറ്റ് ഹദിയത് റംദാൻ സ്പേസ് നിങ്ങളുടെ പേര് സ്പേസ് ആൻസർ. യെസ്. അപ്പോൾ 3939ലേക്ക് അയക്കുക. നിങ്ങളുടെ ടൈം നാളെ 8 o'clock വരെ ടൈം ഉണ്ട് നിങ്ങൾക്ക് അയക്കാൻ. നാളെ 2 ജൂലൈ 8 o'clock വരെയാണ് നിങ്ങൾക്ക് ടൈം ഉള്ളത്. വേഗം SMS അയച്ചുകൊള്ളുക. കൂടാതെ ഞങ്ങളുടെ റിപ്പീറ്റ് ടെലികാസ്റ്റും ഉണ്ട്, മോർണിംഗ് 7 to 8 ആൻഡ് ഈവനിംഗ് 5 to 6. വിന്നറിന് കിട്ടുക SMS അയച്ചിരിക്കുന്നവർക്ക് ജാൻസൺസ് മെഡിക്കൽ സെന്ററിന്റെ ഒരു എക്സിക്യൂട്ടീവ് ഹെൽത്ത് പാക്കേജ് ആണ്. യെസ്. ഇത്ര നമ്മുടെ മെഡിക്കൽ എക്സ്പെൻസ് കോസ്റ്റ്ലി ആയിക്കൊണ്ടിരിക്കുന്ന കാലത്ത് ഇങ്ങനെ ഒരു ഹാമ്പർ കിട്ടുന്ന ഒരു വലിയ അഡ്വാൻറ്റേജ് ആണ്. ജസ്റ്റ് ഈസി ക്വസ്റ്റ്യൻ SMS അയക്കുകയാണ്. 3939ലേക്കാണ് SMS അയക്കേണ്ടത്. ഫോൺ ഉണ്ട്. ഹലോ ഹലോ, അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. വെൽക്കം ടു ഹദിയത് റംദാൻ. താങ്ക് യു. ആരാണ്? ഷിഹാബ്, അബുദാബി. ഷിഹാബ് ഇന്നലെ വിളിച്ച ക്വസ്റ്റ്യൻസ് കറക്റ്റ് ആൻസർ നൽകിയില്ലേ? അല്ല, അതല്ല, വേറെ ആളാ. ഇത് വേറെ ആളാ. ഞാൻ പറയാൻ പറ്റുന്നു സ്പോർട്സ്മാൻ സ്പിരിറ്റ്. സാരമില്ല. അപ്പൊ ഇന്നലത്തെ ഷിഹാബിനെ പോലെ ഈ ഷിഹാബും പറയണം. നാട്ടിൽ എവിടെയാണ് ഷിഹാബുക്ക? ഞാൻ മലപ്പുറത്ത്. മലപ്പുറത്ത്. ആരൊക്കെയാണ് ഇപ്പൊ കൂടെയുള്ള ഹെൽപ്പ് ചെയ്യാനായിട്ട്? അബുദാബിയിലാണോ? അതെ, അബുദാബി. ഓക്കെ. അപ്പൊ ഫ്രണ്ട്സ് ആയിരിക്കൂലേ ചുറ്റും? ആ, ഫ്രണ്ട്സ്. അപ്പൊ ഇത് വേറെ ഷിഹാബുക്ക വീണ്ടും വേറെ കുറച്ച് ഫ്രണ്ട്സ് ആയിട്ട്. എവിടെയാണ് നാട്ടില്? മലപ്പുറത്ത്. മലപ്പുറം. ഓക്കെ. പ്രോഗ്രാം കണ്ടിരുന്നോ അപ്പോ 2 ദിവസമായിട്ട്? ഇന്നലെ കണ്ടില്ല, ഫസ്റ്റ് ദിവസം കണ്ടു. ഇന്നലെ കാണാൻ പറ്റില്ല. എങ്ങനെയുണ്ട് നോമ്പ് പിടിച്ചിട്ട്? ഇവിടുത്തെ നോമ്പാണോ നാട്ടിലെ നോമ്പാണോ സുഖം? ഇവിടെയാണ് സുഖം എന്റെ അഭിപ്രായത്തിൽ. തറാവീഹൊക്കെ പോയോ? ആ, തറാവി പോയി. ഓക്കെ. അപ്പൊ ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. നമ്മളാകെ 3 ക്വസ്റ്റ്യൻസ് ആട്ടോ ചോദിക്കുന്നുള്ളൂ. ഓക്കെ. ഓക്കെ. ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോട്ടെ. ഓൾ ദി ബെസ്റ്റ്. ഈസി ആയിട്ട് ഇൻഷാല്ലാ. ഓപ്ഷൻ ഉണ്ട് ട്ടോ, പേടിക്കണ്ട. മദീനയിലേക്ക് ഹിജ്റ പോകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലത്തിനെ വധിക്കാൻ പിന്നാലെ വന്ന ആൾ ആരാണ്? ഓപ്ഷൻ ഉണ്ട്, ഉമർ ബിൻ അൽ ഖത്താബ്, സുരാഖ ഇബ്ൻ മാലിക്, അബൂ ജഹൽ. 3 ഓപ്ഷൻസ്. അബൂ ജഹൽ ഉണ്ട്, സുരാഖ ബിൻ മാലിക് ഉണ്ട്, അബൂ ജഹൽ ഉണ്ട്. ക്വസ്റ്റ്യൻ ക്ലിയർ ആയോ? ഫ്രണ്ട്സിനോടൊക്കെ വേഗം ചോദിച്ചു. അബൂ ജഹലാണോ പറഞ്ഞേ? ഉറപ്പിച്ചു. വേഗം ഉറപ്പിച്ചോ? അബൂ ജഹൽ ഉറപ്പിച്ചു. തെറ്റിപ്പോയി. സാരമില്ല. ഇതെന്താ ആലോചിച്ച് പറയുന്നേ? ഇത് ആരായിട്ട് ഡിസ്കസ് ചെയ്ത് പറഞ്ഞേ? ആരോടും ചോദിച്ചില്ലേ? സ്വന്തമായിട്ട് പറഞ്ഞാലേ? ഓക്കെ, സാരമില്ല. വീണ്ടും ട്രൈ ചെയ്തോളൂ. ഞങ്ങളുടെ SMS ക്വസ്റ്റ്യൻ കേട്ടില്ലേ? കേട്ടില്ല. ക്വസ്റ്റ്യൻ ഇതാണ്, ഖുറാനിലെ പേരെടുത്ത് വിമർശിച്ച നബി തിരുമേനിയുടെ ശത്രു ആരെന്നാണ് ക്വസ്റ്റ്യൻ. ഇപ്പൊ ഉത്തരം പറയണ്ട. 3939 എന്ന നമ്പറിലേക്ക് SMS ചെയ്യാം. ഓക്കെ. അപ്പൊ അതില് സമ്മാനം കിട്ടുമായിരിക്കും. കൂട്ടുകാരോടും വീട്ടിലുള്ള എല്ലാവരോടും ഞങ്ങളുടെ സലാം പറയണം. റമദാൻ മുബാറക്. ആള് സൈലന്റ് ആകെ വിഷമിച്ചു പോയി. ആദ്യത്തെ ക്വസ്റ്റ്യൻ തന്നെ തെറ്റിപ്പോയിട്ട്. പക്ഷെ സാരമില്ല, ഇനി ട്രൈ ചെയ്താൽ മതിയല്ലോ. ഇനി 28 ദിവസങ്ങൾ ഇൻഷാ അല്ലാഹ് ലൈൻ കിട്ടും. അപ്പോ SMS ക്വസ്റ്റ്യൻ ഒരു കൂടി റിപ്പീറ്റ് ചെയ്യാം. ഖുറാനിൽ പേരെടുത്ത് വിമർശിച്ച നബി തിരുമേനിയുടെ ശത്രു ആരെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോ SMS അയക്കേണ്ട ഫോർമാറ്റ് ഹദിയത് റംദാൻ സ്പേസ് നിങ്ങളുടെ പേര് സ്പേസ് കറക്റ്റ് ആൻസർ. ഞങ്ങൾ നമ്പറായ 3939ലേക്ക് അയക്കുക. വിന്നറിന് കിട്ടുക ജാൻസൺസ് മെഡിക്കൽ സെന്റർ ബർദുബായ് നൽകുന്ന ഒരു എക്സിക്യൂട്ടീവ് ഹെൽത്ത് ചെക്കപ്പ് ആണ്. അപ്പോ എല്ലാവരും വേഗം അയക്കുക. കൂടാതെ ഞങ്ങൾ ലൈവ് പ്രോഗ്രാമിലേക്ക് വിളിക്കുക. വിളിക്കേണ്ട നമ്പർ 0529611333. നമ്മൾ ഇന്നലെ പറഞ്ഞു തുടങ്ങിയത് ഖുറാൻ എങ്ങനെ വേഗം ഓതി തീർക്കാന്നായിരുന്നു. ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ കോൾസ് വന്നുകൊണ്ട് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. ഫസ്റ്റ് തന്നെ നമുക്ക് വേണ്ടത് നല്ലൊരു ഇന്റൻഷൻ ആണ്, ഖുറാൻ ഓതി തീർക്കും എന്നുള്ളൊരു ഇന്റൻഷൻ. സെക്കൻഡ് മുത്ത് പറയും. സെക്കൻഡ്, നമ്മൾ നെഗറ്റീവ് തോട്ട്സ് നമ്മൾ ഒഴിവാക്കണം. നമുക്ക് ഓതി തീർക്കാൻ പറ്റില്ല, ടൈമില്ല,
അങ്ങനെയുള്ള മാറ്റിയിട്ട് എപ്പോഴും ഖുർആൻ ഒരു ഓതി തീർക്കുന്ന നല്ലൊരു ഇന്റൻഷനാണ്. അപ്പൊ അള്ളാഹു നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ട്, അതിന് നമ്മൾ അള്ളാഹുടെ സപ്പോർട്ട് ഉണ്ടെന്ന് നമ്മൾ എപ്പോഴും മനസ്സിൽ കരുതുക. തേർഡ് പോയിന്റ് പോകുന്നതിന് മുമ്പായിട്ട് നമുക്കൊരു കോളിലേക്ക് പോവാം. ഹലോ ഹലോ, അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. വെൽക്കം ടു ഹദിയത്ത് റംദാൻ. താങ്ക് യു. ഭയങ്കര ഒരു ഹാപ്പി ആയിട്ടിരിക്കുന്നു. ലൈൻ കിട്ടിയ സന്തോഷം സൗണ്ടിൽ ഫീൽ ചെയ്യുന്നുണ്ട് ഞങ്ങക്ക്. ഓക്കെ, ആരാണ്? ഞാൻ ഷെരീഫയാണ്, ഷാർജ എന്നാണ്. ഷെരീഫ ഷാർജ, നല്ല മാച്ചിങ് ആണല്ലോ. ഷെരീഫ ഷാർജ. ഹലോ ഹലോ, എന്ത് ചെയ്യണു? ഞാൻ ഹൗസ് വൈഫാണ്. ഹൗസ് വൈഫ്. നാട്ടിൽ എവിടെയാ ഷെരീഫ? നാട്ടില് തിരുവനന്തപുരം. തിരുവനന്തപുരം. ആരാണിപ്പോ അടുത്തുള്ള സഹായിക്കാൻ? അടുത്ത ആരുമില്ല. ആരുമില്ല. നിസ്കരിക്കാൻ പോയേക്കാണോ? അതെ. അതാണോ അതൊരു വിഷമം? സാരല്ല, ഞങ്ങൾ ഇവിടെ ഉണ്ടല്ലോ ഹെൽപ്പ് ചെയ്യാനായിട്ട്. വിഷമമാണോ? പേടിച്ച് സംസാരിക്കണാണോ? ഇല്ല ഇല്ല അല്ലെ. ഇല്ല, okay. നേരത്തെ ചോദിച്ച ചോദ്യം കേട്ടായിരുന്നോ? തെളിച്ച് കേട്ടില്ല. ഒന്നുകൂടി ചോദിക്കാവോ? ചോദിക്കാലോ. മദീനയിലേക്ക് ഹിജ്റ പോകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലത്തെ വധിക്കാൻ പിന്നാലെ വന്ന ആൾ. ഞാൻ 3 ഓപ്ഷൻസ് കൊടുത്തായിരുന്നു കഴിഞ്ഞ കോളറിന്. അപ്പൊ ആള് ഒരു തെറ്റുത്തരം പറഞ്ഞു. അപ്പൊ ഞാനിപ്പോ 2 ഓപ്ഷൻ തരാം, ഒരെണ്ണം ചൂസ് ചെയ്താൽ മതി. ഓക്കെ. എ ഉമർ ബിൻ അൽ ഖത്താബ്, ബി സുരാക്ക ഇബ്നു മാലിക്. കുറച്ച് വേഗം ആയിക്കോട്ടെ. ചിന്തിച്ചിട്ട് ഒരു ആൻസർ പറഞ്ഞോളൂ. എന്താന്ന് വെച്ചാല് ഓപ്ഷൻസ് എന്തൊക്കെയാ? ഉമർ ബിൻ അൽ ഖത്താബ്, രണ്ടാമത് സുരാക്ക ഇബ്നു മാലിക്. ആൻസർ ആണ്. ഇതിപ്പോ ഏതാണ്ട് ഡയറക്റ്റ് ഹെൽപ്പ് ചെയ്ത പോലെ ആയില്ലേ? വെൽക്കം. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ ഇത്ത. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇതാണ്: ഏത് സൂറത്താണ് 2 തവണ ഇറക്കിയത്? ഏത് സൂറത്താണ് 2 തവണ അല്ലാഹു സുബ്ഹാനഹു തആല ഇറക്കിയത്? ഓപ്ഷൻസ് തരട്ടെ. തന്നോളൂ. ഓപ്ഷൻസ്: സൂറ അൽ ഹംദ്, സൂറ അൽ അൻഫാൽ, സൂറ അൽ മറിയം. യെസ്. ഏതാന്ന് വെച്ചാൽ ചിന്തിച്ചിട്ട് ഒരു ആൻസർ പോലെ തെറ്റ് പറയല്ലേ. കറക്റ്റ് ആൻസർ ചിന്തിച്ചിട്ട് പറഞ്ഞു. സൂറത്തുൽ ഹംദ്, അൻഫാൽ, മറിയം. യെസ്. വേഗം ആയിക്കോട്ടെ. 2 പ്രാവശ്യം ഇറക്കി കൊടുത്ത സൂറത്ത് ഏതാണ്? ഏതാ ആൻസർ? ഒരു കൂടി പറയൂ. ഓർക്ക പറഞ്ഞ ആൻസർ കേക്കട്ടെ. തെറ്റിപ്പോയി. സാരമില്ല, ഇനി ട്രൈ ചെയ്യാലോ. SMS കോൺടെസ്റ്റിൽ പങ്കെടുക്കൂ. അയച്ചിട്ടുണ്ടല്ലേ? അപ്പൊ നാളെ ഡിക്ലെയർ ചെയ്യും വിന്നറിനെ. അതെ. കൂടാതെ ഇനിയും പങ്കെടുക്കട്ടോ വിളിച്ച്. പള്ളിയിൽ നിന്ന് തിരിച്ചു വരുമ്പോ ഹസ്ബൻഡ് അടുത്തും കുട്ടികളോടും അന്വേഷണം പറയണം. ഓക്കെ. റംദാൻ മുബാറക്. Thank you. Same to you. Thank you. Assalamu alaikum. Alaikum salam wa rahmatullah. നല്ല ഷെരീഫ ഫ്രം ഷാർജ ആയിരുന്നു നമ്മുടെ കോള്. എത്ര എണ്ണം പറഞ്ഞു? ഒരു ക്വസ്റ്റ്യൻ കറക്റ്റ് ആൻസർ നൽകിയോളൂ. സാരമില്ല, വീണ്ടും ട്രൈ ചെയ്യാലോ. ലൈൻ കിട്ടിയല്ലോ. ഓക്കെ. അപ്പൊ നമ്മൾ കണ്ടിന്യൂ ചെയ്യാം ഖുറാന്റെ ടിപ്സ്. തേർഡ് ടിപ്പ് എന്ന് പറയാനുള്ളത് നമ്മൾ പ്രോപ്പർ ആയിട്ട് പ്ലാൻ ചെയ്യുക. അതായത് ഖുറാനിൽ അപ്രോക്സിമേറ്റ് 604 പേജസ് ഉണ്ട്. ഡെയിലി ഒരു 20 പേജസ് ഓതി തീർക്കുവാണെങ്കിൽ നമുക്ക് 30 ഡേയ്സിനുള്ളിൽ ഒരു തവണ ഖത്ത് മൊത്തം ഓതി തീർക്കാം. വേറെ ഈ 20 പേജസ് നമുക്ക് നിസ്കാരത്തിനിടെ തന്നെ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ലൈക്ക് ഓരോ നിസ്കാരത്തിന് ശേഷം നിങ്ങൾ 4 പേജസ് ഓതിയാൽ മതി. അപ്പൊ ഏതാണ്ട് 2 ഷീറ്റ്സ് ആയിട്ട് വരും. ഇങ്ങനെ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഈ റംദാൻ 30 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് ഖുർആൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഇനി 2 തവണ ഓതി തീർക്കാനാണ് ആഗ്രഹമെങ്കിൽ നിസ്കാരത്തിന് മുമ്പും ശേഷവും 4 പേജസ് വെച്ച് ഓതി തീർക്കുക. അപ്പൊ 2 പ്രാവശ്യം ഓതി തീർക്കണവര് 2 പ്രാവശ്യം 4 പേജ് ഓതുക. ഒരു പ്രാവശ്യം ഓതി തീർക്കണവര് 4 പേജ് ഓരോ നിസ്കാരത്തിന് ശേഷവും ഓതി തീർക്കുക. ഇതൊരു ഈസി മെത്തേഡ് ആണ്. അത് കൂടാതെ ഓരോ നിസ്കാരത്തിന് ശേഷം അപ്പൊ ഓതിയാൽ അക്യുമുലേറ്റ് ആവാതിരിക്കും. പിന്നെ അതൊരു മടിയാകും. അത് നമ്മൾ പ്രോപ്പർ ആയിട്ട് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്കത് നേരത്തെ പറഞ്ഞ പോലെ ബാഡ് നെഗറ്റീവ് എനർജി മാറ്റി വെക്കാൻ നോക്കണം നിങ്ങൾ ചെയ്യുമ്പോൾ. നെക്സ്റ്റ് പോയിന്റ്. യെസ്. പിന്നെ അടുത്ത പോയിന്റ്, നമ്മൾ ഖുർആൻ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ നോക്കണം. നമ്മൾ ഓതുമ്പോൾ നമ്മൾ അതിന്റെ ട്രാൻസ്ലേഷൻ കൂടെ വെച്ച് നിങ്ങൾക്ക് അറിയാവുന്ന ലാംഗ്വേജ്, ഇംഗ്ലീഷ് ആണ് ഇംഗ്ലീഷ്, മലയാളമെങ്കിൽ അത് അവൈലബിൾ ആണല്ലോ ബുക്സ്. അപ്പോൾ നിങ്ങൾ അത് വെച്ച് കമ്പയർ ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് തോന്നും, നിങ്ങൾ ബോർ അടിക്കില്ല, അങ്ങനെ നിങ്ങൾക്ക് ഓതി തീർക്കാൻ പറ്റും. കറക്റ്റ്. ഇപ്പൊ നിങ്ങൾ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നത് ഹദിയത്ത് റംദാൻ ആണ്, സ്പോൺസേർഡ് ബൈ ബോൺ വോയേജ്. വിന്നേഴ്സിന് കിട്ടുക ഒരു അടിപൊളി ട്രാവൽ ബാഗ് ആണ്. കൂടാതെ ഞങ്ങളുടെ SMS വിന്നറിന് കിട്ടുന്ന ജാൻസൺസ് മെഡിക്കൽ സെന്റർ നൽകുന്ന ഒരു എക്സിക്യൂട്ടീവ് ഹെൽത്ത്
SMS ഹെൽത്ത് പാക്കേജ് ആണ്. SMS അയക്കേണ്ട ക്വസ്റ്റ്യൻ ഇതാണ്. ഖുറാനിൽ പേരെടുത്ത് വിമർശിച്ച നബി തിരുമേനിയുടെ ശത്രു ആരെന്നാണ് ക്വസ്റ്റ്യൻ. ഈസി ക്വസ്റ്റ്യൻ ആണ്. ഞങ്ങളുടെ നമ്പറായ 3939ലേക്ക് SMS ചെയ്യുക. അയക്കേണ്ട ഫോർമാറ്റ്. ഈ ശത്രുയുടെ പേര് ഒരു കുഞ്ഞു സൂറത്തിലാണ് വരുന്നത്. ഏറ്റവും അറ്റത്താണ് വരുന്നത് സൂറത്ത്. നിങ്ങൾക്ക് നാളെ 8 o'clock വരെ PM വരെ ടൈം ഉണ്ട്. ഞങ്ങൾ റിപ്പീറ്റ് ടെലികാസ്റ്റും കാണാം. മോർണിംഗ് 7 to 8 and evening 5 to 6. So now we'll continue the tips. ഇനി അടുത്ത ടിപ്പ് പറയാനുള്ളത് നമ്മളെ ഫ്രണ്ട്സ്, നല്ല കുറച്ച് ഫ്രണ്ട്സ് ആയിട്ട് നമ്മൾ കോമ്പീറ്റ് ചെയ്യുക. അപ്പോൾ ഒരാൾ ഇത്ര ഓതി എന്ന് പറയുമ്പോൾ നമുക്കൊരു ഇൻസ്പിറേഷൻ ആയിരിക്കും, ഓക്കെ ഇത്ര ഓതി തീർക്കണം എന്നുള്ളത്. അങ്ങനെ കുറച്ച് നല്ല ഫ്രണ്ട്സ് ആയിട്ട് ജോയിൻ ചെയ്തിട്ട് നിങ്ങൾ ഓതി തീർക്കാൻ നോക്കുക. കൂടാതെ അടുത്തത് നിങ്ങളുടെ അവസരങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വരും. നിങ്ങൾക്ക് സ്പെയർ ടൈം കിട്ടുമ്പോൾ എന്തിൻ്റെ ഇടയ്ക്കായാലും നിങ്ങൾ ട്രാവലിങ്ങിൻ്റെ ടൈമിൻ്റെ ബിറ്റ്വീൻ ആണെങ്കിലും ഒക്കെ നിങ്ങൾ കയ്യിലൊരു കുഞ്ഞു ഖുർആൻ കൂടെ കൊണ്ടുപോയി നടക്കുക. അപ്പോൾ ടൈം കിട്ടുമ്പോൾ നിങ്ങൾക്ക് ഓതാൻ പറ്റും അല്ലേ? യെസ്, അത് തന്നെ. യെസ്. പിന്നെ ആരും മറക്കണ്ട, ഇതിപ്പോ ആദ്യത്തെ 10 ദിവസങ്ങൾ തീരാറാവുകയാണ്. അതായത് കരുണയുടെ ദിവസങ്ങളാണ് തീരുന്നത്. ഞങ്ങൾ ആദ്യത്തെ ദിവസം തന്നെ ദുവ പറഞ്ഞിരുന്നു. കരുണയുടെ ചിലപ്പോ കേട്ട് കാണില്ല. നമ്മുടെ ആദ്യത്തെ 10 ദിവസത്തിൽ പറഞ്ഞ ദുവ യാ അല്ലാ അർഹംനു യാ അർഹംഹു റാഹിമീൻ എന്നാണ് ദുവ പറയുന്നത്. അതുകൂടാതെ വേറൊരു ദുവയും കൂടെ ഉണ്ട്, യാ ഹയ്യു യാ കയ്യൂം ബി റഹ്മതിക അസ്തഗീസ്. അപ്പോൾ ഈ ആദ്യത്തെ 10 നിങ്ങൾ മാക്സിമം പറയാൻ നോക്കുക ഈ ദുവകൾ. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്യുക. വിളിക്കേണ്ട നമ്പർ. ഹലോ ഹലോ, അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. വെൽക്കം ടു ഹദിയത് റംദാൻ. ആരാണ്? താങ്ക് യു. എന്റെ പേര് അൽ സജീർ. അൽ സജീർ എന്തൊരു പേരാണ്? ഇതൊരു ഷോപ്പിംഗ് മാളിന്റെ പേര് കേൾക്കണോലുണ്ടല്ലോ. ഷോപ്പിംഗ് മാളിന്റെ പേരാ എന്റെ പേര്? അല്ല, അതുപോലെ ഒരു ഗെറ്റപ്പ് ഉണ്ടെന്ന് പറഞ്ഞ പേരിന് ഒരു അറബി ലുക്ക് വെറൈറ്റി ആയിട്ടുള്ള ഒരു പേരല്ലേ? അതെ അതെ. നാട്ടില് മലപ്പുറം ആണോ? അല്ലല്ല, പിന്നെ ഞാൻ തിരുവനന്തപുരം. ട്രിവാൻഡ്രം. ഓക്കെ. ഇവിടെ എവിടെയാ? ഇവിടെ അബുദാബി, മുസ്തഫ 36. ഓക്കെ, ഫുൾ അഡ്രസ് ആണ്. ആരാണ് അടുത്തുള്ളത്? അടുത്ത് കുറച്ച് സുഹൃത്തുക്കളുണ്ട്. ആരൊക്കെയാണ് സുഹൃത്തുക്കള്? സുഹൃത്തുക്കൾ സജിത്ത് ഉണ്ട്, ശരത് ഉണ്ട്, ശരണുണ്ട്. അവരൊക്കെ സഹായിക്കാൻ നിൽക്കണവരാണോ? അവര് സഹായിക്കാമെന്ന് നിൽക്കുകയാണ്. അവരിങ്ങനെ അടുത്തിരിക്കുകയാണ് എല്ലാവരും. അടുത്തുനിന്ന് എന്താ അവര് എനർജി തന്നെയാണോ? ആർക്ക് സ്ട്രെങ്ത് തരുവാണോ? എന്തുവാ? സ്ട്രെങ്ത് തരുവാണോ അടുത്തിരുന്ന്? അതെ അതെ ആണല്ലേ. ഓക്കെ. നാട്ടില് പോകുന്നില്ല അപ്പൊ ഈ വർഷം? നാട്ടില് മിക്കവാറും ഇൻഷാ അല്ലാഹ് ഡിസംബർ ജനുവരിയോടുകൂടി പോകണം അല്ലെ? ഓക്കെ. ഇപ്പൊ പ്രോഗ്രാം കാണാറുണ്ടോ? ആ, കാണാറുണ്ട്. പ്രോഗ്രാം അടിപൊളിയായിട്ട് പോകുന്നുണ്ട് കേട്ടാ. സൂപ്പർ പരിപാടി. താങ്ക് യു. അൽ സജീർ എന്നല്ലേ പേര്? അതെ, സജീർ. ഓക്കെ. അപ്പൊ അൽ സജീർ ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ ഞങ്ങള്? റെഡിയാണോ? ആ, ചോദിക്ക്. ആ, റെഡിയാണ്. ഓക്കെ. 3 പറയട്ടെ കേട്ടോ ഇൻഷാ അല്ലാഹ്. നേരത്തെ ചോദിച്ച കോളർ അടുത്തുള്ള ക്വസ്റ്റ്യൻ ഞാൻ റിപ്പീറ്റ് ചെയ്യട്ടെ. റിപ്പീറ്റ് ചെയ്യും ഇൻഷാ അല്ലാഹ്. അറിയാമെങ്കിൽ പറയാം. കേട്ടിരുന്നോ ക്വസ്റ്റ്യൻ? ക്വസ്റ്റ്യൻ ജസ്റ്റ് ഒന്ന് കേട്ടായിരുന്നു. അപ്പൊ ഒരു ഓപ്ഷൻ ഏതായാലും ഔട്ട് ആയല്ലോ. അപ്പൊ പിന്നെ 2 ഓപ്ഷനേ ബാക്കിയുള്ളൂ. ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കാം. ഏത് സൂറത്താണ് 2 തവണ ഇറക്കിയത്? ഹംദുണ്ട്, മറിയമുണ്ട്. ഹംദുണ്ട്, മറിയമുണ്ട്. ഒന്ന് ചിന്തിച്ചിട്ട് പറഞ്ഞോ. ചിന്തിച്ചിട്ട് പറഞ്ഞു. സൂറത്തുൽ ചിന്തിച്ചിട്ട് ഒരു ആൻസർ പറഞ്ഞോളൂ. ഏതാന്ന് വെച്ചാൽ 2 ഓപ്ഷനല്ലേ ഉള്ളൂ. പ്രോഗ്രാം സൂറത്തുൽ ഹംദ്. സൂറത്തുൽ ഹംദ് കറക്റ്റ് ആൻസർ ആണ്. ഓക്കേ, താങ്ക് യു. ആരുമില്ല ഇവിടെ സപ്പോർട്ട് ചെയ്യാനായിട്ട്? ഒച്ചനക്കൊന്നും കേൾക്കുന്നില്ല. കറക്റ്റ് ആൻസർ പറഞ്ഞിട്ട് ഫ്രണ്ട്സ് ഒക്കെ സൈലന്റ് മോഡിലാണോ? ഫ്രണ്ട്സ് എല്ലാവരും സൈലന്റ് മോഡിൽ ഇരിക്കുകയാണ്. അവരിങ്ങനെ പരിപാടി കണ്ടോണ്ടിരിക്കുക. ഓ, സീരിയസ് ആയിട്ട് കണ്ടോണ്ടിരിക്കല്ലേ ഹെൽപ്പ് ചെയ്യാനായിട്ട്? അതെ, എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ചോദിക്കണം കേട്ടാ. എളുപ്പമുള്ളതായിരിക്കും ഇൻഷാ അല്ലാഹ്. ഓക്കേ. ഇനിയിപ്പോ സെക്കൻഡ് ക്വസ്റ്റ്യൻ അൽ സജീർ. ഓക്കേ. ആദ്യമായി ഖുർആൻ മനപ്പാഠമാക്കിയ സഹാബി വനിത. ഓപ്ഷൻസ് തരാം. ഓക്കേ. 3 ഓപ്ഷൻ വേണോ 2 ഓപ്ഷൻ വേണോ? 2 ഓപ്ഷൻ തന്നാ മതി, അതല്ലേ നല്ലത്. ഓക്കേ, 2 ഓപ്ഷൻ തരാം. ഓക്കേ. ഓക്കേ. ഫാത്തിമ ബിൻത് മുഹമ്മദ് റളിയല്ലാഹു അൻഹ, ഹഫ്സ ബിൻത് ഉമർ റളിയല്ലാഹു അൻഹ. ഹഫ്സ ബിൻ ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്തോ. ആദ്യമായി ഖുർആൻ മനപ്പാഠമാക്കിയ സഹാബി വനിത. ഫാത്തിമ ബിൻ മുഹമ്മദ് റളിയല്ലാഹു അൻഹ, ഹഫ്സ ബിൻ ഉമർ റളിയല്ലാഹു അൻഹ. ഇങ്ങനെ സൈലന്റ് ആയിട്ടിരുന്നാണ് ഹെൽപ്പ് ചെയ്യണേ. ഒരു ഒച്ച നമുക്ക് ഡിസ്റ്റർബൻസ് ഉണ്ടാക്കാണ്ടിരിക്കാൻ വേണ്ടി ചെയ്യണായിരിക്കും അല്ലേ? എന്തുവാ? നല്ല ട്രാൻഡ്രം സ്ലാങ് ഉണ്ട്. അപ്പൊ ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ.
ഓക്കെ ചോദിക്കേ. ചോദിക്കുന്നു. ക്വസ്റ്റ്യൻ ഇതാണ്. ഇഞ്ചിയില് ഈസാൻ അത് നമ്മള് സുഹൃത്ത് സംസാരിക്കുന്ന സംസാരിക്കുന്നില്ല, ചിരിക്കുന്ന കേട്ടോ. അട്ടഹാസം കേട്ടത്. അട്ടഹാസമാണ്. അത് അട്ടഹസിക്കുന്ന ഒരു സുഹൃത്താണ്. ക്വസ്റ്റ്യൻ ഇതാണ്. ഇഞ്ചിയിൽ ഇറക്കി കൊടുത്ത ഈസാ നബിക്കല്ലേ? ഓക്കെ, ഇത് എന്നാണ് ഇറക്കി കൊടുത്തതാണ് ക്വസ്റ്റ്യൻ. ഞാൻ ഓപ്ഷൻസ് തരാം. ഞാൻ ഓപ്ഷൻസ് തരാന്നേ, കേക്കൂ. ഞാൻ ഓപ്ഷൻസ് തരാം. ഇഞ്ചിയിൽ എന്നാണ് ഇറക്കി കൊടുത്തത് കേട്ടോ ഈസാ നബിക്ക്? ഓപ്ഷൻസ്: 12th ശവ്വാൽ, 12th റജബ്, 12th റമദാൻ, 28th റബീഉൽ അവൽ. 12th റമദാൻ, 12th റജബ്, 28th റബീഉൽ അവൽ. അതിന്ന് ഒരെണ്ണം എടുത്തോ. ഇത് വല്ല ക്ലൂ ഉണ്ടാ? ഇത്തിരി പാടാ കേട്ടോ. പക്ഷെ അത് ഇറക്കിയ നബിമാരുടെ പേര് മാത്രം. മൂന്നാമത്തെ ക്വസ്റ്റ്യനും അട്ടഹാസൊക്കെ ആയപ്പോഴത്തേക്കും ആള് ഓപ്ഷൻ കട്ടിയാക്കി. ഈ മാസമൊക്കെ എന്തോ അല്ല, നിങ്ങളുടെ സന്തോഷം കണ്ടപ്പോ ടഫ് ആക്കിയതാ. 12th റമദാൻ ആണോ, 12th റജബ് ആണോ, 28th റബീഉൽ അവൽ ആണോ? 12th റമദാൻ. 12th റമദാൻ കറക്റ്റ് ആൻസർ ആണ്. ഓക്കേ, എവിടെ ആഘോഷിക്കാൻ? എവിടെ അട്ടഹാസം? എവിടെ? കേട്ടില്ല. അട്ടഹാസം ഇവിടെ ഉണ്ട്. കേട്ടില്ല. ഓടിയില്ല. ഓടിയില്ലല്ലോ. ഞങ്ങളത് പ്രതീക്ഷിച്ചു. പരിപാടി അടിപൊളിയാണ് കേട്ടാ. ഇതിന് എത്ര പ്രാവശ്യം വിളിക്കാം? എത്ര വേണമെങ്കിലും വിളിക്കാവോ? എത്ര തവണ വേണമെങ്കിലും നിങ്ങൾക്ക് വിളിക്കാം. ലൈൻ ഓപ്പണാ. ഞങ്ങള് SMS-ലും അപ്പൊ എനിക്ക് കട്ട് ചെയ്ത് ഇനി വേണമെങ്കിലും വിളിക്കാല്ലേ? വീണ്ടും വിളിച്ചോളൂ. ഓക്കെ, SMS-ല് പങ്കെടുക്കട്ടോ. SMS ഒക്കെ അയച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ എല്ലാവരും ഞങ്ങളുടെ സലാം പറയണം. ചിരിച്ചാളോട് സ്പെഷ്യൽ സലാം പറഞ്ഞേരെ. തിരിച്ച് എല്ലാവർക്കും അസ്സലാമു അലൈക്കും. വഅലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. റമദാൻ മുബാറക്. അപ്പൊ നമ്മുടെ മൂന്നെണ്ണം പറഞ്ഞ രണ്ടാമത്തെ കോളറാണ് അൽ സജീർ. അപ്പൊ ഇനി നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നതിന് മുമ്പ് ഒരു ഷോർട്ട് ബ്രേക്കിലേക്ക് പോകുന്നതിന് മുമ്പായി SMS അയക്കാൻ ആരും മറക്കണ്ട. SMS ക്വസ്റ്റ്യൻ ഇതാണ്. ഖുർആനിൽ പേരെടുത്ത് വിമർശിച്ച നബി തിരുമേനിയുടെ ശത്രു ആരെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഞങ്ങളുടെ SMS നമ്പറായ 3939ലേക്ക് വേഗം അയക്കുക. നാളെ 8 PM വരെ ടൈം ഉണ്ട്. വിന്നറിന് കിട്ടുക ജാൻസൺസ് മെഡിക്കൽ സെന്റർ ബർദുബായ് നൽകുന്ന ഒരു അടിപൊളി ഹെൽത്ത് പാക്കേജ് ആണ്. അപ്പോൾ ഈ തങ്ക് ബ്രേക്കിലേക്ക് പോവാം. ഓക്കെ.